ഭീതിജനകമായിട്ടുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഒരു ഭൂപ്രദേശം ആകെ തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രളയജലം ഒഴുകിയെത്തിയിരിക്കുന്നത്. ആളപായോ മറ്റോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മൾ വയനാട്ടിൽ കണ്ടതിന് ഏകദേശം സമാനമായിട്ടുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാലി എന്ന് പറയുന്ന ഗ്രാമമാണ്. ഉത്തരാകാശി ജില്ലയാണ്. അവിടെ ധാരാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അല്പം മുൻപുണ്ടായ ഒരു മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൻ്റെയും അതുപോലെ മിന്നൽ പ്രളയത്തിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ധാരാലിക്കടുത്ത് മറ്റൊരു ടൗൺ കൂടിയുണ്ട്. ആ ടൗണിൽ നിന്നും കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ SDRFിൻ്റെ സംഘങ്ങളും NDRFിൻ്റെ സംഘങ്ങളും ഇപ്പോൾ ഇവിടേക്ക് ഈ ധാരാലി എന്ന് പറയുന്ന ഗ്രാമം ലക്ഷ്യമാക്കി ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. 50 പേരെ കാണാതായിരിക്കുന്നു എന്നുള്ളൊരു പ്രാഥമിക വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 50 പേരെയാണ് കാണാതായിരിക്കുന്നത്. അതും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അത് ഉത്തരാഖണ്ഡിനെ എല്ലാം തന്നെ സംബന്ധിച്ചും ഉത്തരകാശിയെ സംബന്ധിച്ചും വളരെ സാധാരണയായി തന്നെ പറയപ്പെടുന്നതാണെങ്കിൽ പോലും അത് ഇത്ര വലിയൊരു അപകടത്തിലേക്കും ദുരന്തത്തിലേക്കും കൊണ്ടുപോയി എത്തുമെന്ന് ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണില്ല.